എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് ഇങ്ങനെ ഒരു അതിവിശിഷ്ടമായിട്ടുള്ള കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ അതിരാവിലെ ഭഗവാനെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് പ്രശ്നം വെച്ച് നോക്കി. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഫലങ്ങൾ വളരെ ആശാവഹമായിട്ടുള്ള ഫലങ്ങളാണ് എന്ന് തന്നെ ആദ്യമേ തന്നെ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇതിൽ പറയാൻ പോകുന്ന ഈ 12 നക്ഷത്രക്കാർക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ഇനി നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. പറയാൻ കാരണം ഈ കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പരിഭ്രമമായിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. അതായത് എന്തെന്നില്ലാത്തൊരു ഉഷ്ണാഞ്ചാരം, മനപ്രയാസം എന്ന രീതിയിൽ ഉള്ളിൽ ഇങ്ങനെ തകട്ടി വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും പ്രായമായ ആളുകളുടെ കാര്യത്തിൽ ഇത് അച്ചിട്ടാണ്. അതെന്തുകൊണ്ടെന്നാൽ ഈ മാസത്തിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു വൈകിപ്പ് അങ്ങനെ പൊതുവെ അനുഭവപ്പെടുന്ന ആ ഒരു സമയമാണ് ഈ പറഞ്ഞ കർക്കിടക മാസം എന്ന് നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, എത്രയൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും അതിൽ പലതും അബദ്ധത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ചിന്ത പലരിലും തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഇപ്പോഴത്തെ ആ സഞ്ചാരപഥം വെച്ച് നോക്കുമ്പോൾ ഇതിൽ പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ തെളിഞ്ഞത് അതിഗംഭീരമായ ചില മാറ്റങ്ങളാണ്. പറയാൻ കാരണം ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കെല്ലാം ഇതോടുകൂടി ഒരു അറുതി വരാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വ്യാഴം, ശനി എന്നീ 2 ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ആ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന നിങ്ങൾ 12 നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ പലതും ഇനി നിങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകാതെ തന്നെ അത് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തുടർന്ന് അങ്ങോട്ട് ഈ ഫലങ്ങൾ പറയുമ്പോൾ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാരെങ്കിലും ഈ 12 നക്ഷത്രക്കാരിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് ബോക്സിൽ അവരവരുടെ ആ പേരും ജന്മനക്ഷത്രവും കൂടി ഒന്ന് കുറിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ ആ പേരും ജന്മനക്ഷത്രങ്ങളും നിങ്ങൾ തരുമ്പോൾ അത് ഏത് പൂജയിലേക്കാണ് ചേർക്കേണ്ടത് എന്നുകൂടി ഒന്ന് പ്രത്യേകം കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അതേ പൂജയുടെ ലിസ്റ്റിലായിരിക്കും എഴുതിയെടുക്കുക. എന്തായാലും നമ്മുടെ ഈ വരുന്ന കർക്കിടക മാസം 15-ാം തീയതി ചെയ്യുന്ന മൃത്യുഞ്ജയ ഹോമത്തെക്കുറിച്ചുകൂടി ഇതിനോടൊപ്പം ഒന്ന് സൂചിപ്പിച്ച ശേഷം നമുക്ക് ഇന്നത്തെ നക്ഷത്രഫലങ്ങളിലേക്ക് വിശദമായിട്ട് കടന്നു പോകാം. ഇത് എല്ലാ വർഷവും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ മുടക്കം വരാതെ ചെയ്തു പോരുന്നതാണ് ഈ മൃത്യുഞ്ജയ ഹോമം. കഴിഞ്ഞ വർഷത്തിലും നമ്മൾ ഇത് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. പഴയ സബ്സ്ക്രൈബർമാർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, കാരണം അവരെല്ലാവരും അന്ന് ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരുമാണ്. അതിന് പുതിയ സബ്സ്ക്രൈബർമാർ എന്നറിയാൻ വേണ്ടി ഒന്ന് പറയുകയാണെങ്കിൽ, ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുത്താലുള്ള നിങ്ങൾക്കുള്ള ഒരു പ്രയോജനം അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കർക്കിടക മാസത്തിൽ ഈ മൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ അത് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിനേക്കാൾ ഡബിൾ ഇരട്ടി ശക്തിയുള്ളതായി തീരും. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന രോഗാവസ്ഥകൾ, വലിയ കഷ്ടതകൾ, പ്രത്യേകിച്ചും ഈ നിരവധി തവണ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിരവധി പ്രാവശ്യം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വഴിപാടുകൾ ഒന്നിലധികം തവണ പ്രായശ്ചിത്തമായി ചെയ്യിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലുള്ള ആ ഒരു പ്രശ്ന പരിഹാരം നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ദുരിതങ്ങൾക്ക് യാതൊരു കുറവും വന്നിട്ടുമില്ല. അപ്പോൾ ഈ അവസ്ഥയിലാണ് മൃത്യുഞ്ജയ ഹോമം നിങ്ങൾക്ക് ഇവിടെ ഒരു രക്ഷകനായി മാറാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ പ്രകൃതിയിലെ സൂക്ഷ്മ ശക്തികളെ നമുക്ക് ഈ സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകളിലൂടെ അത് അങ്ങോട്ട് പരിപൂർണമായി അകറ്റി നിർത്താൻ സാധിക്കില്ല. എന്നാൽ ഈ കർക്കിടക മാസത്തിലെ മൃത്യുഞ്ജയ ഹോമത്തിലൂടെ ഇതെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൂരെ മാറി നിൽക്കും. പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിലെ ആ ഇരുട്ടുമൂടിയ കഷ്ടകാലം, അതായത് മരണത്തിന് തുല്യമായിട്ടുള്ള കഷ്ടകാലം വരെ ഒഴിഞ്ഞു പോകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പറയാൻ കാരണം കഷ്ടകാലം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ കർക്കിടക മാസക്കാലത്ത് ഈ മൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കെടുക്കുന്നത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ച്
ഇപ്പോൾ ഇതിനോടകം തന്നെ ഇവിടെ പേരും ജന്മനക്ഷത്രവും തന്നിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ഒന്നോ രണ്ടോ പേരുടെയും കൂടി പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തി എന്ന് വെച്ചിട്ട് എനിക്ക് അതിന് മാത്രം സമയമൊന്നും അതിനെടുക്കുന്നതല്ല. മാത്രമല്ല എന്നെ സംബന്ധിച്ച് അത് എനിക്ക് കൈവരുന്ന ഒരു അനുഗ്രഹം കൂടിയിട്ടാണ്, അങ്ങനെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നതും. കഴിഞ്ഞ വർഷം ഈ മൃത്യുഞ്ജയ ഹോമം ചെയ്ത ശേഷം അതിൽ പേരും ജന്മനക്ഷത്രവും തന്ന് പങ്കെടുത്ത ആളുകൾ ഏകദേശം ഒരു 3 ആഴ്ച മുതൽ 1 മാസമായപ്പോഴേക്കും അവർ ഓരോരുത്തരായി മെസ്സേജ് അയക്കാൻ തുടങ്ങി. കാരണം അവർ വിചാരിച്ചത് ആദ്യമൊക്കെ ഈ ഫലങ്ങളൊന്നും കാണാതെ വന്നപ്പോൾ ഇതിന് വിചാരിച്ച പോലെ അത്ര ശക്തിയില്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3 ആഴ്ചയോട് അടുത്തപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫലം അവർ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ ഈ പ്രത്യക്ഷമായ ഫലം ഒന്നും കണ്ടില്ല എന്ന് വെച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫലം നിങ്ങൾക്ക് ഒരു പക്ഷേ അല്പം വൈകിട്ടാണെങ്കിൽ പോലും ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അതിന് നമുക്ക് ഇന്നത്തെ കർക്കിടക മാസ നക്ഷത്ര ഫലങ്ങളിലേക്ക് വിശദമായി കടന്നു പോകാം. ഇതിൽ പ്രശ്നവിധി പ്രകാരം ആദ്യത്തെ നക്ഷത്രം നമുക്ക് കിട്ടിയിരിക്കുന്നത് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർക്ക് പ്രശ്നത്തിൽ കണ്ടത് വളരെ വലിയ അനുകൂല കാലഘട്ടമാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് പറയാൻ കാരണം. കഴിഞ്ഞ കുറേ കാലമായി സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്നു മുതൽ അതിനൊരു മാറ്റം വരാൻ തുടങ്ങുകയാണ്. അവിചാരിതമായി ധനം വന്നു ചേരാനുള്ള യോഗം വ്യക്തമായി കാണുന്നുണ്ട്. ബിസിനസ്സിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന കുടിശ്ശികകൾ തിരികെ ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന ചെറിയ അസ്വസ്ഥതകൾ മാറി മനസ്സിനും ശരീരത്തിനും വലിയ ഉന്മേഷം ലഭിക്കാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട്. അതിന് രണ്ടാമത്തെ നക്ഷത്രം തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ സുവർണ അവസരങ്ങളാണ് ഈ കർക്കിടക മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ കർക്കിടക മാസം 1-ാം തീയതി മുതലല്ല, ഏകദേശം കർക്കിടക മാസത്തിന് ശേഷം അല്ലെങ്കിൽ കർക്കിടക മാസം പകുതിക്ക് ശേഷം അങ്ങനെ വേണം നിങ്ങളിതിനെ മനസ്സിലാക്കുവാൻ. കാരണം ആ രീതിയിലുള്ള ഗ്രഹനിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാൻ സാധ്യത വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ജോലി ഉള്ളവർക്ക് ശമ്പള വർധനവോ പ്രമോഷനോ തീർച്ചയായും പ്രതീക്ഷിക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകൾ ലഭിക്കാനും അതുവഴി വലിയ ലാഭം ഉണ്ടായിത്തീരാനും യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവരാഗ്രഹിച്ച വിഷയങ്ങളിൽ പ്രവേശനങ്ങൾ ലഭിക്കും. ഈ പട്ടികയിലെ 3-ാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന ആ ഒരു സമയമാണിത്. പ്രശ്നവിധി ചിന്തയിൽ കണ്ടത് പ്രകാരം നിങ്ങൾക്ക് വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള തടസ്സങ്ങളെല്ലാം ഇതോടുകൂടി മാറിക്കിട്ടും. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാനും ഉറപ്പായിട്ടും സാധിക്കും. ശത്രുക്കളുടെ ശല്യമില്ലാതാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഈ പ്രാവശ്യം ലഭിച്ചു തുടങ്ങും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിസയുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ഉറപ്പായിട്ടും കേൾക്കാൻ സാധിക്കും. അതിന് അടുത്ത് 4-ാമതായി കിട്ടിയിരിക്കുന്ന നക്ഷത്രം ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം ഒരു പുതിയ തുടക്കത്തിൻ്റെ ആ ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസം പകുതിക്ക് ശേഷം നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിപൂർണമായി മാറി പരസ്പര സ്നേഹവും വിശ്വാസവും ഉടലെടുക്കുന്നതായിരിക്കും. ഏറെ നാളായി നിങ്ങൾ കാത്തിരുന്ന സന്താന സൗഭാഗ്യം അത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ തേടി വരാനുള്ള സാധ്യത വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ തേടി മികച്ച അവസരങ്ങൾ വന്നെത്തും. സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും ബഹുമാനവും ഉറപ്പായിട്ടും ഉയർന്നു കിട്ടും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിന് ഈ വിഭാഗത്തിലേക്ക് വരുന്ന 5-ാമത്തെ നക്ഷത്രമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വലിയ സാമ്പത്തിക പുരോഗതിയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത് ഉറപ്പായിട്ടും സാധ്യമാകും. സർക്കാർ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള വാർത്തകൾ തീർച്ചയായും ശ്രവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പണി തീരാതെ കിടന്നിരുന്ന വീടിൻ്റെ പണികൾ അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ സമയം എന്നുകൂടി ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി 6-ാമത്തെ നക്ഷത്രമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചതയം നക്ഷത്രം.
ചതയം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിന് ശേഷം സംഭവിക്കുന്നത് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. അതായത് പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് രമ്യമായി പരിഹരിക്കപ്പെടും. കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അംഗീകാരങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ വഴി പുതിയ ബിസിനസ് ആശയങ്ങൾ ലഭിക്കുകയും അത് വിജയകരമായി നിങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. അതിന് അടുത്തത് ഏഴാമതായി പ്രശ്നചിന്തയിൽ നമുക്ക് കിട്ടിയത് പൂരൂരുട്ടാതി നക്ഷത്രമാണ്. ഇവർക്ക് കോടതി വ്യവഹാരങ്ങളിലും മറ്റ് നിയമപരമായ കാര്യങ്ങളിലും വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ കർക്കിടക മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഈ കർക്കിടക മാസം ഏകദേശം 20-ാം തീയതിക്ക് ശേഷം വന്നു തുടങ്ങുന്നതായി കാണാം. അതുപോലെ തന്നെ ഇവരുടെ മനസ്സിനെ അലട്ടിയിരുന്ന അനാവശ്യ ഭയങ്ങൾ മാറി നല്ല ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ വലിയ പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൃശ്യമാകും. വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താൻ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് അടുത്തത് 8ാമതായി കിട്ടിയിരിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം നിങ്ങൾ തൊടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും അനുകൂല തരംഗം നിങ്ങൾക്ക് അനുഭവപ്പെടും. ദീർഘനാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വലിയ കാര്യം ഈ കർക്കിടകത്തിൽ സാധിച്ചു കിട്ടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ അത് തീരുമാനമാകാതെ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. പുതിയ വീട് എന്ന ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് ലോണുകൾ വളരെ പെട്ടെന്ന് തന്നെ പാസ്സായി കിട്ടും. മാത്രവുമല്ല നിങ്ങളുടെ കർമ്മമേഖല അതായത് ജോലി സ്ഥലത്തെ അനാവശ്യ സമ്മർദ്ദങ്ങൾ അത് പരിപൂർണമായും ഒഴിഞ്ഞു പോവുകയും അവിടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്കിവിടെ രാശിഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 8 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഈ 12 നക്ഷത്രങ്ങളിൽ അടുത്ത 4 നക്ഷത്രക്കാരാണ് യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായ അത്ഭുത നേട്ടങ്ങൾക്ക് അർഹരാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവരെ സെപ്പറേറ്റ് 4 നക്ഷത്രമായിട്ട് ഇനി പറയാൻ പോകുന്നത്. ഇവർക്ക് ശുക്രൻ, വ്യാഴം എന്നീ 2 ഗ്രഹങ്ങളും പരിപൂർണമായി യോജിപ്പിൽ പരിണമിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്രകാരം ആ പ്രശ്നവിധിയിൽ കിട്ടിയത് നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം കഴിയുമ്പോൾ അതായത് ഏകദേശം ഒരു 20-ാം തീയതി മുതൽ അങ്ങോട്ട് നോക്കിയാൽ മതി. അതായത് കർക്കിടക മാസം അവസാനം തൊട്ട് അങ്ങോട്ട് നോക്കുകയാണ് ഏറ്റവും കൃത്യം. അപ്പോൾ ആ ഒരു സമയത്ത് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മുൻപ് പലപ്പോഴും നിങ്ങളെ കൈവിട്ടുപോയ ആ സുവർണ അവസരങ്ങൾ ഇനി വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ തേടി വരുന്നതായിരിക്കും. പ്രത്യേകിച്ചും സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിലെ വ്യാപാരികൾക്ക് വിചാരിച്ചതിലും വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നത്. അതിന് അടുത്തത് 10ാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാസമാണ് ഈ കർക്കിടക മാസം അവസാനം മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത്. മുൻപ് ലഭിച്ചതിനേക്കാൾ വലിയ സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. കരിയറിൽ ആരും കൊതിക്കുന്ന ഒരു സ്ഥാനം നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിൽ ഒരു പുതിയ അംഗം കടന്നു വരുന്നതിലൂടെ സന്തോഷവും സമാധാനവും ഇരട്ടിക്കുന്നതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും മാറിപ്പോകും എന്ന് തന്നെയാണ് പ്രശ്നവിധിയിൽ വ്യക്തമായി കാണുന്നത്. അതിന് 11ാമത്തെ നക്ഷത്രമായിട്ട് കിട്ടിയിരിക്കുന്നത് തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ വിജയമായി മാറുന്ന ആ ഒരു കാലഘട്ടമാണിത്. ഇതിപ്പോൾ 1-ാം തീയതിയാണ് പ്രശ്നം വെച്ചെങ്കിലും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഏകദേശം കർക്കിടക മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും. അതുപോലെ തന്നെ പുതിയ ബിസിനസ് തുടങ്ങാനും അതുവഴി ലക്ഷങ്ങളുടെ ലാഭം ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വില കൽപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. വളരെ കാലമായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നേരിട്ട് കാണാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും സാഹചര്യങ്ങൾ സംജാതമാകും. അതിന് അടുത്തത് 12ാമത്തെ നക്ഷത്രമായ ആയില്യം നക്ഷത്രക്കാർക്കും ഈ പ്രശ്നത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നു പെടും എന്ന് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇതെങ്ങനെ എത്രത്തോളം എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും നിങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായി വീടാനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് ഈ കർക്കിടക മാസം അവസാന സമയം മുതൽ യോഗം അനുഭവത്തിൽ വരും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ അപ്രതീക്ഷിതമായി ധനനേട്ടം കാണുന്നുണ്ട്.
വീടിൻ്റെ അന്തരീക്ഷം വളരെ ശാന്തവും സന്തോഷപ്രദവുമായി മാറും. ഏത് കാര്യത്തിൽ നിങ്ങൾ പോയി കൈവച്ചാലും അതിൽ അവസാന നിമിഷമാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗം ഉറപ്പായിട്ടും വിജയിച്ചു കിട്ടുന്നതായിരിക്കും. അതിന് അവസാനവട്ട ഒരു നിർദ്ദേശം ആയിട്ട് ഇവിടെ പറയാനുള്ളത്, ഈ സമയത്ത് അതായത് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ രാമായണ പാരായണം ചെയ്യുന്നതും ഭഗവാനെ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ഈ ഭാഗ്യഫലങ്ങളെ ഇരട്ടിയാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളും ഈശ്വര പ്രാർത്ഥനകളും നിങ്ങൾക്കാകും വിധം ഈ മാസം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുക തന്നെയും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.